നമുക്ക് കുറച്ച് സമയം ബീഹാറിൽ പോയിട്ട് വരാം. നല്ല രസകരമായ കാര്യങ്ങളാണ് ബീഹാറിൽ നടക്കുന്നത്. അവിടെ നിതീഷ് കുമാർ NDA സഖ്യത്തിൻ്റെ മന്ത്രിമാരുടെ ലിസ്റ്റായിട്ടുണ്ട്. 35 36 മന്ത്രിമാരാകും. 2 ഉപമുഖ്യമന്ത്രിയെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുമായിട്ട് നിതീഷ് കുമാറാണ് മുഖ്യമന്ത്രി. നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക് പിന്നെ JDUവിന് 16 മന്ത്രിമാർ, അതുപോലെ BJPക്ക് 16 മന്ത്രിമാർ, അപ്പോൾ 32. ചിരാഗ് പാസ്വാൻ്റെ LJPക്ക് പിന്നെ രണ്ട് മന്ത്രിമാർ, അപ്പോൾ 32 34. പിന്നെ ജിതൻ റാം മാഞ്ചിയുടെ HIMന്, ഉപേന്ദ്ര കാശ്യപയുടെ MLAMനും ഓരോ മന്ത്രിസ്ഥാനം, അപ്പോൾ 32 36 വരുന്നു. അപ്പോൾ 36 മന്ത്രിമാർ വരുന്ന ഒരു സംവിധാനമാണ് അവിടെ ഒരു വശം നടക്കുന്നത്. മറുവശത്ത് വേറെ ചില കഥകൾ അവിടെ നടക്കുന്നുണ്ട്. അതുകൂടി അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതായത് ലാലു പ്രസാദ് യാദവിന് 7 2 9 മക്കൾ ഔദ്യോഗികം, അനൗദ്യോഗികം ഒരുപാടുണ്ട്, അത് പിന്നെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. ഔദ്യോഗികമായിട്ട് 9 മക്കളാണ്. അതിൽ 2 ആൺമക്കളാണ്, ബാക്കി 7 പെൺമക്കളാണ്. അതിൽ തേജസ് യാദവാണ് രണ്ടാമത്തെ മകൻ. മൂത്ത മകൻ എന്ന് പറയുന്നത് തേജ് പ്രതാപ് യാദവാണ്. അയാൾ നേരത്തെ മുൻ ആരോഗ്യമന്ത്രിയായിരുന്നു, RJDയുടെ മന്ത്രിസഭയിൽ പിന്നെ മന്ത്രിയായിരുന്നു, MLA ഒക്കെ ആയിരുന്നു. അയാൾ NDAയിൽ ചേരാനുള്ള, BJP മുന്നണിയിൽ ചേരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. ഇന്ന് ചർച്ചയൊക്കെ നടക്കുന്നു. അദ്ദേഹം ചിലപ്പോൾ BJP പോകും. ഇനി തേജസ് യാദവ് നമ്മൾ പറഞ്ഞു മത്സരിക്കുന്ന ആളാണ്. അത് കഴിഞ്ഞാൽ മിസ ഫാർദി, രോഹിണി ആചാര്യയാണ് ഇപ്പോൾ അവരുടെ വൃക്ക. ഇതൊക്കെ എന്തൊക്കെയാണ് ഒരു സംസ്ഥാനത്ത് കേൾക്കുന്നത്. അവരുടെ അച്ഛന് വൃക്ക പ്രശ്നം വന്നപ്പോൾ ലാലു പ്രസാദ് യാദവിന് കൊടുത്തെന്ന്. അതിന് എന്തിന് കൊടുത്ത, വൃക്ക വാങ്ങിച്ച് എന്ത് പറഞ്ഞിട്ടാണെന്നറിയാവോ? പണം തരണ്ട, ഈ ചികിത്സയ്ക്ക് പണം തരണ്ട മോള്, അതുപോലെ തന്നെ സ്ഥാനാർത്ഥിത്വവും കൊടുക്കാം എന്ന് പറഞ്ഞാണ് മോളെ നിന്ന് വാങ്ങിച്ചത്. പക്ഷേ സ്ഥാനാർത്ഥിത്വം കൊടുത്തോ ഇല്ല എന്നുള്ളതാണ് തർക്കം. കൊടുത്തില്ല എന്നുള്ളതാണ്. പിന്നെ ഹേമ, മീന, ധന, ലത, രാഗിണി എന്നൊക്കെ പറഞ്ഞ് കുറേ മക്കളുണ്ട്. അങ്ങനെ തന്നെ 8 എണ്ണമുണ്ട്. പിന്നെ ഇതിൽ കുറച്ചെണ്ണം രാഷ്ട്രീയത്തിലുണ്ട്, കുറച്ചെണ്ണം വീട്ടിലുമുണ്ട്. 3 മക്കൾ ഇപ്പോൾ ഇറങ്ങിപ്പോയി. അതിൽ പിന്നെ രോഹിണി ആചാര്യാണ് വലിയ ബഹളം ഉണ്ടാക്കി വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയി. പിന്നെ വേറെ 2 പെൺമക്കൾ കൂടി പോകാൻ നിൽക്കുന്നു. വലിയ കുടുംബ രാഷ്ട്രീയത്തിൻ്റെ വലിയ വീഴ്ചയാണ് അവിടെ കാണുന്നത്. 8ാം ക്ലാസ് വരെ മാത്രം പാസ്സായിട്ടുള്ള തേജസ്വി യാദവും എഞ്ചിനീയറായ നിതീഷ് കുമാറും തമ്മിലായിരുന്നു മത്സരം. ഇതൊക്കെ ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഈ പറയുന്ന ഒരു 10,000 രൂപ കൊടുത്തുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ 10,000 രൂപ ആളുകളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് കൊടുക്കുകയല്ല ചെയ്തത്. അത് SHGക്ക് കൊടുത്ത പൈസയാണ്. 10,000 മുതൽ 2 ലക്ഷം വരെയുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ കൊടുക്കുന്ന പൈസയാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ബീഹാർ രാഷ്ട്രീയത്തെ വിലയിരുത്താൻ. അപ്പോൾ തീർച്ചയായിട്ടും ബീഹാറിലെ രാഷ്ട്രീയം നോക്കുമ്പോൾ ഇനിയിപ്പോൾ അടുത്ത 5 വർഷം കൂടി വളരെ ഭൂരിപക്ഷത്തിൽ, വലിയ 203 സീറ്റല്ലേ, വളരെ വലിയ ഭൂരിപക്ഷത്തിൽ. ഇനി ഒരു തമാശ എന്തെന്ന് പറഞ്ഞാൽ 24 വയസ്സുകാരി മൈഥിലി ഠാക്കൂറിനെ എങ്ങാനും പിടിച്ച് ആക്കൂല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നരേന്ദ്രമോദിയുടെ ഗുഡ് ബുക്കിലും നരേന്ദ്രമോദി പാട്ട് പാടാൻ പറഞ്ഞ് പാട്ട് പാടുകയും നരേന്ദ്രമോദി അവാർഡൊക്കെ കൊടുത്ത് നാഷണൽ ഫിഗറും ഇൻ്റർനാഷണൽ ഫിഗറാണ് ആ വനിത 24 വയസ്സുകാരി. അവർക്ക് 50 ലക്ഷം ഫോളോവേഴ്സാണുള്ളത്. അവരുടെ ഭജനും പാട്ടും കേൾക്കാൻ കോടിക്കണക്കിന് ജനങ്ങളാണ് ഇടിച്ചുകൂടി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ മന്ത്രിയാവോ? 24 വയസ്സുകാരി മന്ത്രിയാക്കി വല്ല സർജിക്കൽ സ്ട്രൈക്കും മോഡി ഉണ്ടാക്കുമോ? അറിഞ്ഞുകൂടാ. അതിപ്പോൾ നാളെ അറിയാൻ പറ്റും ആരൊക്കെയാണ് മന്ത്രിയെന്ന്. എന്തായാലും 16 മന്ത്രിമാർ BJPക്കുണ്ട്, 16 മന്ത്രിമാർ RJDക്കുണ്ട്. പിന്നെ LJP നമ്മുടെ രാംവിലാസ് പാസ്വാൻ ചേട്ടൻ്റെ പാർട്ടിക്ക്, ചിരാഗ് പാസ്വാൻ്റെ പാർട്ടിക്ക് 2 ഉണ്ട്. പിന്നെ അല്ലാതെ ഓരോ പാർട്ടികൾക്കും ഇതുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ 2, 3, 5 പാർട്ടികൾക്കായിട്ട് 36ഓളം സീറ്റുകളുണ്ട്. 2 ഉപമുഖ്യമന്ത്രിമാരെ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, അങ്ങനെ എല്ലാം കൂടി 36, 2, 38, 40 എല്ലാം കൂടി ഒരു 10-40 പേര് വരുന്ന ഒരു വലിയ സംഘമായിരിക്കും ബീഹാറിൽ ഭരണത്തിലേക്ക് പോകുന്നത്. എന്തായാലും കഴിഞ്ഞ കുറേ വർഷം 1990 മുതൽ നിതീഷ് കുമാർ നടത്തുന്ന സോഷ്യൽ എഞ്ചിനീയറിങ്ങിൽ അത് വിമൺ ബേസ്ഡ് ആയിട്ടുള്ള, സ്ത്രീ ശാക്തീകരണത്തിൽ അധിഷ്ഠിതമായ ഒരു എഞ്ചിനീയറിംഗാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് സക്സസ് ആണ്. വളരെ വലിയ തോതിലാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ്. അത് ക്ഷണികമായി കൊടുക്കുന്ന കുറേ ആനുകൂല്യത്തിന് വേണ്ടി നമ്മൾ കിറ്റ് കൊടുത്തതുപോലെ കൊടുത്തതിന് വോട്ട് ചെയ്യുന്നതല്ല. അവിടെ പിങ്ക് ബസ് ഏർപ്പെടുത്തി, സ്ത്രീകൾക്ക് വേണ്ടി 35% സംവരണം ഏർപ്പെടുത്തി, പിന്നെ ജോലിയിൽ, പിന്നെ അതുപോലെ പഞ്ചായത്ത് രാജിൽ സംവരണം ഏർപ്പെടുത്തി, പെൻഷൻ ഏർപ്പെടുത്തി, സ്കൂൾ കുട്ടികൾക്ക് 1990 വനിതകൾക്ക്, പെൺകുട്ടികൾക്ക്, വനിതയല്ല അന്ന് കുട്ടികളാണ്, പെൺകുട്ടികൾക്ക് സൈക്കിൾ കൊടുത്തു, ലാപ്ടോപ്പ് കൊടുക്കുന്നു. ഇങ്ങനെ പെൺകുട്ടികളെ റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ വലിയ വനിതകൾക്കുള്ള വനിതാ ശാക്തീകരണത്തിൻ്റെ വലിയ പരിപാടിയാണ് നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ തട്ടമിട്ട പെൺകുട്ടിയെ സ്റ്റേജിൽ കയറ്റിയിട്ട് തട്ടമിട്ടത് കണ്ടാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആളുകൾ കൈയടിക്കും, കുഴപ്പമില്ലേ എന്ന് ചോദിക്കുമ്പോൾ കൈയടിക്കും. ഉടനെ പെൺകുട്ടി പറയും നിങ്ങൾക്ക് കുഴപ്പമുണ്ടെങ്കിൽ കാഴ്ചയുടെയല്ല കാഴ്ചപ്പാടിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൈയടിച്ച് എങ്ങനെയെങ്കിലും മുസ്ലിം പ്രീണനവും ക്രിസ്ത്യൻ പ്രീണനവും മതപ്രീണനവും ഹിന്ദു പ്രീണനവും ഒക്കെ നടത്തി വോട്ട് പിടിക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുമ്പോൾ
അവിടെ ഇത്തരം കാര്യങ്ങളാണ് നടക്കുന്നത്. എന്നിട്ട് നമ്മൾ അവരെ നോക്കി കൊഞ്ഞനം കുത്തുകയും ചെയ്യും. ഇനി വേറെ ഒരു കാര്യമുണ്ട്, ഇവിടെ നമ്മൾ വനിതാ മതിൽ പിടിക്കും. ഇവിടുത്തെ സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വാചകവടിയിലും സെമിനാറിലും ആൾക്കൂട്ടത്തിലുമാണ്. അവിടെ വളരെ കൃത്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമുള്ള ഒരുപാട് പരിപാടികൾ, തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ടൗൺ ബേസിൽ ഫ്രീ ആണ് യാത്ര, പെൺകുട്ടികൾക്ക് ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, സൈക്കിൾ എല്ലാം കൊടുക്കും. സൈക്കിളിലൊക്കെ പെൺകുട്ടികൾ നന്നായി പോകുന്ന കുട്ടികൾ കാണാം. അങ്ങനെ ഓരോ സ്റ്റേറ്റും വെൽഫെയർ മെഷേഴ്സ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളിവിടെ കാണിക്കുന്നത്, നമ്മളിവിടെ ഇരുന്നു കൊണ്ട് വേറെ ന്യായങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ബീഹാറിൽ ഇനിയും അദ്ദേഹം കൊടുക്കും സ്ത്രീകൾക്ക് ആവശ്യമായ വലിയൊരു, കാരണം സ്ത്രീകളും യുവാക്കളും മഹിളാ യൂത്താണ്, മഹിളാ യൂത്ത് യോജനയാണ് ഇനി വരാൻ പോകുന്നത്. അവിടെ മുഴുവൻ മുതിർന്നവരെ കാര്യമൊക്കെ പോക്കാണ്, മഹിളകളുടെയും യൂത്തിൻ്റെയും. കാരണം യൂത്തിന് തൊഴിലില്ല എന്നുള്ളത് അവിടുത്തെ ഒരു പ്രധാന പ്രശ്നമാണ്. പിന്നെ ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. ഈ വോട്ട് ചോരി, വോട്ടധികാർ യാത്ര എന്നൊക്കെ പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷൻ വോട്ടിൽ കൃത്രിമം കാണിച്ചു എന്നുള്ളതല്ലാതെ ആൻറ്റി ഇൻകംബൻസ് ആയിട്ട് ഭരണവിരുദ്ധ വികാരമായിട്ട് എവിടെ മോഡിയുടെ തന്നെ ഏതെങ്കിലും ഒരു ഭരണവിരുദ്ധ വികാര കാര്യങ്ങൾ, ഒരു അഴിമതിയോ മറ്റു കാര്യമോ രാജീവ് ഗാന്ധിക്ക് അവിടെ പറയാൻ കഴിഞ്ഞില്ല. തേജസ്വി യാദവിന് നിതീഷ് കുമാറിനെതിരെ ഒരു അഴിമതിയും പറയാൻ കഴിഞ്ഞില്ല, ഒരു ഭരണവിരുദ്ധ വികാരവും പറയാൻ കഴിഞ്ഞില്ല. വിലക്കയറ്റമുണ്ട്, തൊഴിലില്ലായ്മ ഉണ്ടെന്നാണ് പറയാൻ പറ്റുക. അതൊക്കെ വളരെ ജനറലായിട്ടുള്ള കാര്യങ്ങളാണ്, ജനങ്ങളെ വളരെ ജനറലാണ്, അല്ലാതെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ജനങ്ങളെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്ന, ജനങ്ങളെ അങ്ങോട്ട് ആവേശപ്പെടുത്തുന്ന ഈ ഭരണം വേണ്ട എന്ന് ചിന്തിപ്പിക്കാൻ നിതീഷ് കുമാർ, NDA സഖ്യവും മോഡി സഖ്യവും വേണ്ട എന്ന് ചിന്തിപ്പിക്കാവുന്ന നിലയിലേക്കുള്ള ഒരു ഫോഴ്സായിട്ടൊന്നും മറ്റത് വരത്തില്ല. ഈ പറയുന്ന തൊഴിലില്ലായ്മ എന്നൊക്കെ പറയുന്ന എല്ലാ കാലത്തും ആഗോള പ്രതിഭാസമായി ലോകത്തും ഇന്ത്യയിലൊക്കെ എല്ലായിടത്തും ഉള്ളൊരു പ്രതിഭാസമായി നിൽക്കുന്ന ആൾക്കറിയാം. വിലക്കയറ്റം, ഇത് രണ്ട് അങ്ങനെ വരും. പക്ഷേ അതപ്പുറം അത് മാറണ്ടെന്നല്ല, തീർച്ചയായിട്ടും വിലക്കയറ്റം കുറച്ച് നിർത്തണം, അതുപോലെ തന്നെ പരമാവധി ആളുകൾക്ക് തൊഴിൽ കൊടുക്കണം. പക്ഷേ അതൊരു പെട്ടെന്ന് ആളുകളെ സ്ട്രൈക്ക് ചെയ്യുന്ന, ക്യാച്ച് ചെയ്യുന്ന സബ്ജക്റ്റുകളല്ല. ആളുകളെ ക്യാച്ച് ചെയ്യുന്ന, സ്ട്രൈക്ക് ചെയ്യുന്ന സബ്ജക്റ്റുകൾ ഇവർ എടുത്തിട്ടില്ല. അതിന് പകരം ഇവർ ആവശ്യമില്ലാത്ത മോഹനസുന്ദര വാഗ്ദാനങ്ങൾ ഒരുപാട് വെച്ചു. അവർ 2000 കൊടുക്കും, ഞങ്ങൾ 10000 കൊടുക്കും, അവർ 10000 കൊടുക്കും, ഞങ്ങൾ 1 ലക്ഷം കൊടുക്കും എന്നൊക്കെ പറഞ്ഞതല്ലാതെ അതിലൊന്നും ഒരു ജനതയും വീണില്ല. കാരണം അവിടെ ജനങ്ങൾ രണ്ട് കാര്യവും വിലയിരുത്തിയിട്ടുണ്ട്. ഒന്ന്, ജംഗൽ രാജിൻ്റെ ഒരു ലാലു പ്രസാദ് യാദവുമുണ്ട്, കുറച്ച് സമാധാനം ജീവിക്കാൻ പറ്റുന്ന ഒരു നിതീഷ് കുമാറുമുണ്ട്. അവർ നിതീഷ് കുമാറിനാണ് തിരഞ്ഞെടുത്തത്. ഇനി വേറെ രസകരമായ കാര്യം ഞാൻ പറയട്ടെ. ഇവിടെ മുസ്ലിങ്ങളെ ഏരിയയിൽ മുസ്ലിം വോട്ട് പിടിക്കാൻ വേണ്ടി കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും മുസ്ലിങ്ങളെ നിർത്തും, മുസ്ലിം പേരുള്ള മുസ്ലിം നാമധാരിയെ നിർത്തിയിട്ട് വോട്ട് പിടിക്കും. അവിടെ മുസ്ലിങ്ങൾക്ക് മുൻതൂക്കമുള്ള പ്രദേശങ്ങളിൽ RSS BJP പേരുള്ളവരെ നിർത്തിയിട്ട് ജയിക്കുന്നു. അപ്പോൾ ഇവിടെ കുറേ ആളുകൾ കരക്കമ്പി ഇറക്കും, മുസ്ലിങ്ങൾക്ക് വോട്ടില്ലായിരുന്നു എന്ന്. അവിടുത്തെ ഒരു മുസ്ലിമും പരാതി പറയുന്നില്ലല്ലോ. ഇവിടെയുള്ള ആളുകളല്ലേ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവിടെ നിന്നാരും ഒരു പരാതിയും പറയുന്നില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു 10000 പേരെ അല്ലെ 1000 പേരെ കേരളത്തിലും കൊണ്ടുവരാം. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടക്കമല്ലേ, ഞങ്ങൾക്ക് വോട്ടില്ല, ഞങ്ങൾ വോട്ട് ജോലിയിൽ നിന്ന് പുറത്തു പോയെന്ന് പറഞ്ഞ് കുറച്ച് ബീഹാറികൾ ഇവിടെ ഇറക്കി കാണിക്കൂ. അതൊന്നും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നമ്മളിവിടെ ഇരുന്ന് പറയുന്നൊന്നുമല്ല. ബീഹാറിൽ എന്തായാലും ഒരു ഗവൺമെൻറ് വന്നു. ഇനി കാത്തിരിക്കുന്നത് എത്ര സ്ത്രീപക്ഷ വനിതാ ശാക്തീകരണ പരിപാടി അവിടെ വരും എന്ന് മാത്രമാണ്.